അധ്യാപകന്റെ തീരുമാനം. ഡാനിയൽ സാർ തൻ്റെ വിദ്യാർത്ഥികളെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു അധ്യാപകനായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് 2 കുട്ടികൾ ജോനും ഡേവിഡും പരീക്ഷയിൽ ചതി ചെയ്തതായി അദ്ദേഹം കണ്ടെത്തി. ന്യായപ്രകാരം അവരെ ശിക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ അവരുടെ കണ്ണുകളിൽ ഭയവും ലജ്ജയും അദ്ദേഹം കണ്ടു. കോപത്തോടെ ശാസിക്കുന്നതിന് പകരം ഡാനിയൽ സാർ അവരെ ക്ലാസ് കഴിഞ്ഞ ശേഷം നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം സ്നേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതിൽ ഞാൻ നിരാശനാണ്. എന്നാൽ നിങ്ങൾക്ക് അതിലും നല്ലത് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ അല്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിനാലാണ് ഞാൻ മറ്റൊരു അവസരം നൽകുന്നത്. കുട്ടികൾ അത്ഭുതപ്പെട്ടു. അവർ ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ സ്നേഹം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കരുണയിൽ പ്രചോദിതരായി അവർ ഇനി ഒരിക്കലും ചതി ചെയ്യില്ല എന്ന് വാഗ്ദാനം ചെയ്തു. സമയം കടന്നു പോകുമ്പോൾ അവർ ക്ലാസ്സിലെ ഏറ്റവും സത്യസ്ഥരായ വിദ്യാർത്ഥികളായി. ഡാനിയൽ സാറിൻ്റെ സ്നേഹം അവരുടെ തെറ്റിനെ അവഗണിച്ചില്ല, പക്ഷേ അത് മനസ്സിലാക്കി മടങ്ങുകയും മാറ്റത്തിനായുള്ള പ്രത്യാശ നൽകുകയും ചെയ്തു. പാഠം: സ്നേഹം തെറ്റുകൾ മാത്രം എണ്ണുന്നില്ല, അത് അവയെ കൃപയാൽ മൂടുകയും മാറ്റത്തിനായി ഇടം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. 1 പത്രോസ് 4-ാം അധ്യായം 8-ാം വാക്യം.